നമസ്കാരം, ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വയനാട് ഉരുൾപൊട്ടൽ രക്ഷാപ്രവർത്തനം അവസാന ഘട്ടത്തിലെന്ന് മുഖ്യമന്ത്രി. ഉരുൾപൊട്ടലിൽ മരണമടഞ്ഞവരുടെ ആശ്രിതർക്ക് ആശ്വാസ ധനസഹായം നൽകുന്നതിന് 4 കോടി അനുവദിച്ചു. കോളിക്കടവ് നാരായണിത്തട്ടിലെ ചെങ്കൽപ്പണയിൽ വെള്ളം കെട്ടിനിൽക്കുന്നത് പ്രദേശവാസികൾക്ക് ഭീഷണി തീർക്കുന്നു. പൂളക്കുറ്റി ഉരുൾപൊട്ടലിൽ വീട് തകർന്ന നെടുമ്പുറംചാൽ സ്വദേശി ഐസക് താമസിക്കുന്നത് ഇപ്പോഴും വാടക വീട്ടിൽ തന്നെ. ദുരിതജീവിതത്തിൽ ഐസക്കും കുടുംബവും. നിക്ഷേപ തട്ടിപ്പ് വ്യാപാര വ്യവസായി ഏകോപന സമിതി കേളകം യൂണിറ്റിന്റെ വ്യാപാര ഭവൻ ആക്ഷൻ കമ്മിറ്റിക്ക് വിട്ടു നൽകുവാൻ തീരുമാനം. പിതൃക്കളുടെ മോക്ഷപ്രാപ്തിക്കായി പിണ്ഡം സമർപ്പിച്ച് ബലിതർപ്പണം നടത്തി വിശ്വാസികൾ. വാർത്തകൾ വിശദമായി. വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായുള്ള തിരച്ചിൽ ഇന്നും തുടർന്നു. റഡാർ അടക്കമുള്ള ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചായിരുന്നു തിരച്ചിൽ. രക്ഷാപ്രവർത്തനം അവസാന ഘട്ടത്തിലാണെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവർക്കായുള്ള തിരച്ചിൽ തുടരുന്നു. കൂടുതൽ സന്നാഹങ്ങൾ ഒരുക്കിയാണ് തിരച്ചിൽ. വനാതിർത്തികൾ പങ്കിടുന്ന മേഖലകളിൽ തിരച്ചിലിനായി വനംവകുപ്പ് കൂടുതൽ പേരെ വിന്യസിച്ചിരുന്നു. തമിഴ്നാട് അഗ്നിരക്ഷാ വിഭാഗത്തിന്റെ 5 ഡോഗ് സ്ക്വാഡുകളെയും തിരച്ചിലിന് നിയോഗിച്ചു. പുഞ്ചിരിമട്ടം, മുണ്ടക്കൈ, ചൂരൽമല, വില്ലേജ് ഏരിയ, പുഴയുടെ താഴെ ഭാഗം എന്നിവിടങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഹ്യൂമൻ റെസ്ക്യൂ റഡാർ ഉപയോഗിച്ച് കൂടുതൽ ഇടങ്ങളിൽ പരിശോധന നടത്തുകയാണ്. ദുരന്തമേഖലയിൽ രക്ഷാപ്രവർത്തനം അവസാന ഘട്ടത്തിലാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട പലയിടത്തായി കുടുങ്ങിപ്പോയവരെ സുരക്ഷിത സ്ഥാനത്തെത്തിക്കാനാണ് ആദ്യം ശ്രമിച്ചത്. പരമാവധി ജീവൻ രക്ഷിക്കാനായിരുന്നു ആദ്യത്തെ ശ്രമം. ജീവന്റെ ഒരു തുടിപ്പെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുകയെന്ന ലക്ഷ്യമായിരുന്നു ആദ്യത്തേതെന്നും അദ്ദേഹം പറഞ്ഞു. ചാലിയാർ പുഴയിൽ ഇപ്പോൾ കണ്ടെടുത്ത ശരീരഭാഗങ്ങൾ തിരിച്ചറിയുക വലിയ പ്രയാസമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ദുരന്തത്തിൽ 30 കുട്ടികളടക്കം മരിച്ചു. 148 മൃതദേഹം കൈമാറി. ഇനി 206 പേരെ കണ്ടെത്താനുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 93 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 10,042 പേർ താമസിക്കുന്നുണ്ട്. ചൂരൽമലയിൽ 10 ക്യാമ്പുകളിലായി 1,707 പേർ താമസിക്കുന്നു. ഉരുൾപൊട്ടലിൽ മരണമടഞ്ഞവരുടെ ആശ്രിതർക്ക് ആശ്വാസ ധനസഹായം നൽകുന്നതിന് 4 കോടി അനുവദിച്ചു. സംസ്ഥാന ദുരന്ത നിവാരണ പ്രതികരണ നിധിയിൽ നിന്നാണ് ജില്ലാ കളക്ടർക്ക് 4 കോടി രൂപ അനുവദിച്ച് സർക്കാർ ഉത്തരവിറക്കിയത്. സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയുടെ മാനദണ്ഡപ്രകാരമാണ് തുക വിനിയോഗിക്കേണ്ടത്. ന്യൂസ് ഡെസ്ക് ഹൈവിഷൻ. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽപ്പെട്ടവർക്ക് ആശ്വാസമേകുവാൻ നടൻ മോഹൻലാൽ മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പിലെത്തി. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽപ്പെട്ടവർക്ക് ആശ്വാസമേകാൻ നടൻ മോഹൻലാൽ മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പിലെത്തി. ആർമി ക്യാമ്പിൽ എത്തിയ ശേഷമാണ് ലഫ്റ്റനന്റ് കേണൽ കൂടിയായ മോഹൻലാൽ ദുരിതബാധിത പ്രദേശങ്ങളിലേക്ക് എത്തിയത്. ദുരിതബാധിതരെ സന്ദർശിച്ച ശേഷം മോഹൻലാൽ ദുരന്തഭൂമിയായ മുണ്ടക്കൈയിലും സന്ദർശിച്ചു. ന്യൂസ് ഡെസ്ക് ഹൈവിഷൻ. വയോധികനെ കാണുവാനില്ല. കീഴ്പള്ളി വട്ടപ്പറമ്പിലെ കിളിരൂപ്പറമ്പിൽ വർഗീസിനെയാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് മുതൽ കാണാതായത്. കക്കുവപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ടതാകാമെന്ന സംശയത്തെ തുടർന്ന് ഇരിട്ടിയിൽ നിന്നെത്തിയ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് പുഴയിൽ തിരച്ചിൽ നടത്തി. വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിയോടെയാണ് കീഴ്പള്ളി വട്ടപ്പറമ്പിലെ കിളിരൂപ്പറമ്പിൽ വർഗീസിനെ വീട്ടിൽ നിന്നും കാണാതായത്. തുടർന്ന് നാട്ടുകാരും വീട്ടുകാരും നടത്തിയ അന്വേഷണത്തിൽ വീടിന് സമീപത്തെ കക്കുവപ്പുഴയോരത്ത് വർഗീസിന്റെ കൂട കണ്ടെത്തുകയായിരുന്നു. അപ്പോൾ ഇന്നലെ 4:30 സമയത്ത് നമ്മൾ സുനാമി മുക്കെന്ന് പറഞ്ഞ ജംഗ്ഷനിൽ കടന്നു പോകുമെന്ന് പറയുന്നുണ്ട്. അപ്പം സ്വാഭാവികമായിട്ട് നമ്മളൊരു 7 മണി വരെ പോകുമെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ 7 മണിയാകുമ്പോഴൊക്കെ അവരുടെ മക്കൾ അടക്കം വന്നിങ്ങനെ അവർ അതിൻ്റെ ലൈറ്റ് വെട്ടം കണ്ട് ഞാൻ ഇറങ്ങി വന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞിങ്ങനെ കാണുന്നില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സന്ധ്യയാകുമ്പോൾ മൂല പരതി അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ടൊന്നും ഒരു പോരുമില്ല. അതിനുശേഷം ഒരു 9-9:30 ആകുമ്പോൾ നോക്കുമ്പോൾ ഒരു കുട കൃത്യം നമ്മുടെ ഈ കടയിൽ ഇരിക്കുന്നു. അപ്പോൾ ആ കുട ഞങ്ങൾ പറഞ്ഞാൽ വീട്ടിൽ വിളിച്ച് കുടയുടെ കളർ എന്നാന്ന് ചോദിച്ചു. ഇതാണെന്ന് പറഞ്ഞു. അങ്ങനെ ശരി ഞങ്ങൾ രാത്രി 11 വരെ പരമാവധി കരുതി. രാവിലെ 6 മണിക്ക് ഇറങ്ങിയിട്ട് ഇവിടുന്ന് 5 കിലോമീറ്ററോളം കൂട്ടുവാണ്. കാരണം പാലപ്പുഴ പുഴ കൂടുന്നതും നമ്മൾ കക്കുവപ്പുഴ കൂടുന്ന സ്ഥലത്ത് വന്നിട്ട് കരുതി ഒരു പൂരമില്ല. അങ്ങനെ ഞങ്ങൾ ആകെ ഫയർഫോഴ്സ് വന്നു, പോലീസുകാർ വന്നു. അങ്ങനെ ഇപ്പം രണ്ടാമത് ടീം വന്നിട്ടുണ്ട്. അപ്പം നമ്മളിവിടുന്ന് അവരുടെ ഈ സാധനങ്ങൾ ഇറക്കാൻ വിഷമമായതുകൊണ്ട് ഒരു 50 മീറ്റർ അപ്പുറത്ത് നിന്ന് മേലെ ഇറക്കിയിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ പോയിട്ടുണ്ട്. തുടർന്ന് വെള്ളിയാഴ്ച രാത്രി വൈകും വരെ നാട്ടുകാരും ഫയർഫോഴ്സും തിരച്ചിൽ നടത്തിയിരുന്നു. തുടർന്ന് ശനിയാഴ്ച രാവിലെ ഇരിട്ടിയിൽ നിന്ന് ഡെങ്കി ഉൾപ്പെടെ എത്തിച്ച് പുഴയിൽ തിരച്ചിൽ നടത്തി. ഫയർഫോഴ്സിനൊപ്പം നാട്ടുകാരും മറ്റ് സന്നദ്ധ പ്രവർത്തകരും തിരച്ചിലിൽ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി.
കരിങ്കൽ ക്വാറിയിൽ വെള്ളക്കെട്ടെന്ന് പരാതി. പഞ്ചായത്തും റവന്യൂ വിഭാഗവും സംയുക്ത പരിശോധന നടത്തി. കേളകം പഞ്ചായത്തിലെ പൊയ്യമല കൊട്ടിയൂർ മെറ്റൽസിലാണ് പരിശോധന നടത്തിയത്. കേളകം പഞ്ചായത്തിലെ പൊയ്യമല കൊട്ടിയൂർ മെറ്റൽസിൽ പഞ്ചായത്തും റവന്യൂ വിഭാഗവും സംയുക്ത പരിശോധന നടത്തി. ക്വാറിയിൽ അനധികൃതമായി വെള്ളം ശേഖരിച്ചിട്ടുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സംയുക്ത പരിശോധന. ഡെപ്യൂട്ടി തഹസിൽദാർ സിജോയി, സീനിയർ ക്ലർക്ക് മനോജ് കുമാർ, കേളകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CT അനീഷ്, വൈസ് പ്രസിഡന്റ് തങ്കമ്മ മേലേക്കുറ്റ്, കേളകം വില്ലേജ് അസിസ്റ്റന്റ് രേഖ, ഫീൽഡ് അസിസ്റ്റന്റ് ജോജിഷ്, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സന്തോഷ് കുമാർ, പഞ്ചായത്ത് അംഗങ്ങളായ ഷിജി സുരേന്ദ്രൻ, ജോണി പാമ്പാടി എന്നിവരടങ്ങുന്ന സംഘമാണ് പരിശോധന നടത്തിയത്. നിലവിൽ കൊട്ടിയൂർ മെറ്റൽസിൽ പ്രവൃത്തിയൊന്നും നടത്തുന്നില്ല. പക്ഷേ അനധികൃതമായി വെള്ളം ശേഖരിച്ചു വെക്കുന്നത് വൻ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത്. മഴ കുറയുന്ന പക്ഷം ഇവ മണ്ണിട്ട് മൂടണമെന്നും അല്ലാത്ത പക്ഷം നടപടിയെടുക്കുമെന്നും പഞ്ചായത്തും റവന്യൂ വിഭാഗവും ക്വാറി ഉടമയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേളകം പഞ്ചായത്തിൽ വ്യാപകമായി മലയിടിച്ചിലടക്കം നടക്കുന്ന സാഹചര്യത്തിൽ ഉണ്ടായ വാർത്തയെ തുടർന്ന് ഇന്ന് കൊട്ടിയൂർ മെറ്റൽസ് സന്ദർശിക്കാൻ തീരുമാനിക്കുകയുണ്ടായിരുന്നു. പഞ്ചായത്തിൻ്റെയും റവന്യൂ വകുപ്പിൻ്റെയും സംയുക്ത പരിശോധനയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അതിൽ ഏകദേശം 20 സെൻറ്റ് സ്ഥലത്തോളം വെള്ളം കെട്ടി നിൽക്കുന്നതായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ മനുഷ്യജീവന് അപകടകരമാകുന്ന നിലയിൽ എന്തെങ്കിലും സാധ്യത ഉള്ളതായിട്ട് കാണാനായിട്ട് സാധിച്ചിട്ടില്ല. അതിലധികം വരുന്ന വെള്ളം തൊട്ടടുത്തുള്ള കോലാഞ്ചി തോട്ടിലേക്ക് ഒഴുകിപ്പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ പോലും ഒരു അപകടസ്ഥിതി ഉണ്ട് എന്ന് തോന്നുന്നില്ല. ഹൈ വിഷൻ ന്യൂസ്, കേളകം. കോളിക്കടവ് നാരായണിത്തട്ടിലെ ചെങ്കൽപ്പണയിൽ വെള്ളം കെട്ടിനിൽക്കുന്നത് പ്രദേശവാസികൾക്ക് ഭീഷണി തീർക്കുന്നു. ഉപയോഗശൂന്യമായ ചെങ്കൽപ്പണകൾ മൂടണമെന്ന ആവശ്യം. പായം പഞ്ചായത്തിലെ കോളിക്കടവ് നാരായണിത്തട്ടിലാണ് പ്രദേശവാസികൾക്ക് അപകട ഭീഷണി ഉയർത്തി ഉപയോഗശൂന്യമായ ചെങ്കൽപ്പണയിൽ വെള്ളം കെട്ടി നിൽക്കുന്നത്. ഏക്കർ കണക്കിന് സ്ഥലത്ത് ഈ മേഖലയിൽ ചെങ്കൽപ്പണയാണ്. സ്വകാര്യ വ്യക്തിയുടെയും സ്വകാര്യ കോളേജിന്റെയും അധീനതയുള്ള സ്ഥലത്താണ് ചെങ്കൽപ്പണകൾ അത്രയുമുള്ളത്. ഇപ്പോൾ പലയിടങ്ങളിലും കുന്നുകൾ ഇടിഞ്ഞ് അപകടങ്ങൾ സംഭവിക്കുന്ന സാഹചര്യങ്ങൾ കൂടി കാണുമ്പോൾ ഇതിന് താഴ്വാരത്തുള്ള ചെന്നലോട്, വട്ട്യറ, മുച്ചാടുകുന്ന്, കോളിക്കടവ് മേഖലയിലെ താമസക്കാർ ഏറെ ഭയത്തോടെയാണ് കഴിയുന്നത്. കോളിക്കടവ് സമീപപ്രദേശമായ നുച്ചാട് കുന്നിൻ്റെയും ചെന്നലോടിൻ്റെയും അതോടൊപ്പം തന്നെ വട്ട്യറ നായനാർ നഗർ മേഖലയുടെ ഒരു അതിർത്തിയായി നിൽക്കുന്ന കുന്നിൻ പ്രദേശമാണ് നാരായണിത്തട്ട്. ഈ നാരായണിത്തട്ടിലെ കണ്ണായ ഭൂമിയെല്ലാം നേരത്തെ കോളേജ് നിർമ്മാണത്തിന് വേണ്ടി നൽകിയതാണ്. ആ കോളേജ് നിർമ്മാണത്തിന് മലനാട് എഡ്യൂക്കേഷൻ സൊസൈറ്റിക്ക് വേണ്ടി സ്വകാര്യ വ്യക്തികൾ സൗജന്യമായി നൽകിയ ഭൂമിയിൽ ചെങ്കൽ പണ നടത്തുകയും ഒരു അഗാധമായ ഗർത്തം രൂപപ്പെട്ടു വരികയും ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 25 അടിയിലധികം ചെങ്കല്ല് കൊത്തി മാറ്റിയ ഗർത്തമാണിപ്പോൾ ഇവിടെയുള്ളത്. ആ ഗർത്തത്തിലെല്ലാം വലിയ തോതിലുള്ള വെള്ളം ശേഖരിക്കുകയും ഉരുൾപൊട്ടൽ ഭീഷണിയിലാണ് സമീപപ്രദേശത്തുള്ള ഏതാണ്ട് 100-200-ലധികം കുടുംബങ്ങൾ ജീവിക്കുന്നത്. ഏത് നിമിഷവും പൊട്ടിപ്പോകാം എന്നുള്ള രീതിയിലുള്ള ഒരു തോന്നലാണ് ഓരോ കുടുംബത്തിലുള്ളത്. ഓരോ ദിവസം രാത്രിയും കഴിഞ്ഞു പോകുന്നത് വലിയ പേടിയോടുകൂടിയുള്ള സംഭവമാണ്. പൊതുവെ ഇപ്പോൾ വയനാട്ടിലെ ഒരു സംഭവത്തിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ ആളുകൾക്ക് നല്ല ആശങ്കയുണ്ട്. ഈ കുന്നിന്റെ താഴ്വാര മേഖലയിലെ ജനവാസ മേഖലയിൽ പലയിടങ്ങളിലും വെള്ളം അതിശക്തമായി ഒഴുകി വരുന്നുണ്ടെന്നും താമസക്കാർ പറഞ്ഞു. ഒരു 10-20 വീടുകളാണ് താഴെയില്ല താമസിക്കുന്നത്. പിന്നെ നമ്മളാ പേടിച്ചിട്ട് നിൽക്കുന്നത്. പിന്നെ ആടെ മാത്രമല്ല ഒരു കുണ്ടും ഉണ്ട് അവിടെ. അത് നിങ്ങൾ വന്നാൽ കാണാം. ആ കുണ്ടിൽ ആദ്യം തന്നെ കാണാൻ പവർ കൂടുതലാണ്. പണ്ട് കാലങ്ങളിൽ ഇത്രയൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ആണ് ജാസ്തി വെള്ളം വരുന്നുണ്ട്. വെള്ളം ജാസ്തിയായിട്ട് വരുന്നുണ്ട്. അത് നിങ്ങൾ വന്ന് കണ്ടാലേ അതിൻ്റെ ഇത് മനസ്സിലാവും. ആദ്യം JCB കൊണ്ട് മണ്ണ് മാന്തും വേണം ആ കുഴി കണ്ടേ. അത് നമ്മൾ വേറെ തന്നെ ഒരു പൈപ്പാക്കിയിട്ട് അങ്ങോട്ട് വെള്ളം വിട്ടിട്ടുണ്ട്. അത് ആയിത്തനാക്കാണോ കൂടുതലായിട്ടാണ് ഇത് കാണും. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണോ? ഇതിന് കുറച്ച് താഴ. പിന്നെ ചെറുകിട 10-20 വീടുകളും നമ്മൾ രാത്രി ആളുകൾ പേടിച്ചുകൊണ്ട് കിടക്കുന്നത്. ഈ ചെങ്കൽപ്പണയിൽ വിവിധയിടങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങൾ കൊണ്ടുവന്ന് തള്ളിയതോടെ പ്രദേശത്തെ ജലസ്രോതസ്സുകൾ ഉൾപ്പെടെ മലിനജലം ഒഴുകിയെത്തുന്നതായും പരാതിയുണ്ട്. ബന്ധപ്പെട്ട അധികൃതർ ഇടപെട്ട് ഉപയോഗശൂന്യമായ ചെങ്കൽപ്പണകൾ മൂടുവാനുള്ള സംവിധാനം ഒരുക്കിത്തരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. വല്ലാതെ ഭീതിയിലാണ് കഴിയുന്നത്. ഇതിന് താഴോട്ടുള്ള ഒരു ഭാഗം ഈ ചെങ്കൽപ്പണ കഴിഞ്ഞാൽ 2-3 മീറ്റർ മാത്രമേ ഒരു ഉറപ്പുള്ള ഭാഗമുള്ളൂ. അത് താഴത്തേക്ക് വലിയ അഗാധമായ ഒരു കുന്നാണ്, നല്ല ചെരുവുള്ള കുന്നാണ്. ഏത് നിമിഷവും എന്ത് സംഭവിക്കാവുന്ന അവസ്ഥയാണ്. പിന്നെ ഈ മാലിന്യങ്ങളൊക്കെ ഈ വെള്ളത്തിൽ കെട്ടിക്കിടന്ന് താഴെയുള്ള ശുദ്ധജലത്തിലേക്ക് അത് കയറുകയും അതിനും വല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. ഇതിനാവശ്യമായ നടപടികൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉടൻ തന്നെ ഉണ്ടാവണമെന്നാണ്. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. കർക്കിടക വാവിനോട് അനുബന്ധിച്ച് ഇരിട്ടി മേഖലയിലെ വിവിധയിടങ്ങളിൽ ബലിതർപ്പണ ചടങ്ങുകൾ നടന്നു.
കർക്കിടക വാവിനോടനുബന്ധിച്ച് ഇരിട്ടി മേഖലയിലെ വിവിധയിടങ്ങളിൽ ബലിതർപ്പണ ചടങ്ങുകൾ നടന്നു. കീഴൂർ മഹാദേവ മഹാവിഷ്ണു ക്ഷേത്ര സമിതികളുടെ നേതൃത്വത്തിൽ ക്ഷേത്രങ്ങളുടെ കടവായ ബാബലിപ്പുഴക്കരയിൽ വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു. പുലർച്ചെ 5:30 മുതൽ ചടങ്ങുകൾ ആരംഭിച്ചു. മുതലായ കുടുംബത്തിന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് പിതൃപിണ്ഡം ചെയ്യുന്നു എന്ന് സങ്കല്പം ചെയ്തു. ഇനി അതിൽ നിന്ന് 3 തവണ വെള്ളം, ചന്ദനം, പൂവ് നേരത്തെ കൊടുത്ത പോലെ തെളിച്ചാൽ മതി. നാരായണ 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 അയമോദന കാമദുഃഖോസ്തു അനന്തോ ക്ഷീയമാണ സുരഭി സർവകാമീ സ്വത്തോപതിഷ്ഠതു സകല സർവേഭ്യഃ പിതൃഭ്യഃ തർപ്പയാമി. തർപ്പണം ചെയ്യാം. ഒരേ സമയം 200ഓളം പേർക്ക് തർപ്പണ ചടങ്ങുകൾ നടത്താൻ പറ്റുന്ന രീതിയിലുള്ള പന്തൽ ഒരുക്കിയായിരുന്നു ചടങ്ങുകൾ. ജലഗന്ധ പുഷ്പങ്ങൾ നാരായണ 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 ചന്ദനം നാരായണ 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 പുഷ്പം നാരായണ 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 അങ്ങനെ 9 തവണ അർച്ചന കഴിഞ്ഞു. ഇനി വേണ്ടത് ആ കെട്ടുള്ള കൂർച്ച പിടിക്കുക. കെട്ടുള്ള പുല്ല് ആ കൂർച്ച എടുത്തിട്ട് അതിന്റെ അറ്റം മുകളിലേക്ക് വരും. നമ്മുടെ തലക്ക് നേരെ അതിന്റെ അറ്റം വരണം. ആ കെട്ട് വരണം. അങ്ങനെ പിടിക്കാം. ഒപ്പം കുറച്ച് പുല്ല് വെള്ളം, 1 പൂവ്, കുറച്ച് വെള്ളരി, 1 ചന്ദനം, ഇതെല്ലാം തൊട്ടിട്ട് തൊഴുത് പിടിക്കാം. എല്ലാം തൊട്ടെടുത്ത് തൊഴുത് പിടിക്കും. നമ്മള് സങ്കല്പം ചെയ്യാണ്. പറയുന്ന പോലെ ഭാരതവർഷേ ദക്ഷിണഖണ്ഡേ പരശുരാമക്ഷേത്രേ ദക്ഷിണഭാഗേ മാവലിതീർത്ഥേ പിതॄണാം പ്രീത്യർത്ഥം മമ കുടുംബസ്യ സന്തോഷാർത്ഥം. പുഴയിൽ വെള്ളം ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ സുരക്ഷയൊരുക്കാൻ പോലീസും അഗ്നിരക്ഷാ സേനയും ഉണ്ടായിരുന്നു. നിരവധി ഭക്തജനങ്ങളാണ് ബലിതർപ്പണ ചടങ്ങിനായി എത്തിയത്. വഴിപാടുകൾ നടത്തി ശങ്കരനാരായണന്മാരുടെ തിരുനടയിൽ, അതായത് മഹാദേവൻ മഹാവിഷ്ണു കുടികൊള്ളുന്ന ഈ തിരുനടയിലാണ് നമ്മൾ പിതൃക്കൾക്ക് തർപ്പണം ചെയ്തത്. അതുകൊണ്ട് തന്നെ നമ്മൾ ധന്യാത്മാക്കളായി. ഇനി ചെയ്യാനുള്ളത് ശങ്കരനാരായണന്മാരുടെ തിരുനടയിൽ നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിച്ച് ഇഷ്ട വഴിപാടുകൾ നടത്തി കുടുംബത്തിന് ഐശ്വര്യവും. ക്ഷേത്ര സമിതി ഒരുക്കിയ ലഘുഭക്ഷണത്തിന് ശേഷം മാത്രമേ ക്ഷേത്രാങ്കണം വിട്ടുപോകാൻ പാടുള്ളൂ. പുഴയിൽ ഇറങ്ങുമ്പോൾ വളരെ കരുതലോടും ശ്രദ്ധയോടും കൂടി ഇറങ്ങണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇരട്ടി തന്തോട് ചോങ്കുന്ന് ശിവക്ഷേത്രത്തിലും പായം ശ്രീ മഹാവിഷ്ണു ശത്രുഘ്ന ക്ഷേത്രത്തിലും വയത്തൂർ കാലിയാർ ക്ഷേത്രത്തിലും കല്ലുമുട്ടി ശ്രീനാരായണ ഗുരുമന്ദിരത്തിന്റെ നേതൃത്വത്തിലും ബലിതർപ്പണ ചടങ്ങുകൾ നടത്തി. അത് കഴിഞ്ഞാൽ ഇനി എഴുന്നേറ്റ് നിന്ന് താഴോട്ട് തൊഴുക. നമ്മൾ ചെയ്ത എല്ലാവരും സമാനമായി കൈകൂട്ടി താഴോട്ട് തൊഴുക. നാരായണ നാമം ജപിക്കുക. അറിയിപ്പ് വളരെ ശ്രദ്ധയോടും ക്ഷമയോടും കൂടി മാത്രമേ ക്ഷേത്രക്കടവിൽ ഇറങ്ങാൻ പാടുള്ളൂ. നല്ല ഒഴുക്കുണ്ട്. വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്കറിയാം, കർമ്മത്തിൽ വെച്ച് കാവലി തീർത്ഥത്തിൽ കുളിച്ച് ശങ്കരനാരായണന്മാരുടെ തിരുനടയിൽ ബലിതർപ്പണം നടത്തി പിതൃക്കൾക്ക് മോക്ഷത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് ശങ്കരവും ശ്രേയസ്സും പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രമേ ഭക്തജനങ്ങൾ ക്ഷേത്രാങ്കണം വിട്ടുപോകാൻ പാടുള്ളൂ. നിൽക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കേണ്ട, നമുക്ക് അവിടെ ഇരിക്കേണ്ടതാണ്. ബലിതർപ്പണം നടത്തി, ആചാര്യമുഖേന ബലിതർപ്പണം നടത്തി പിതൃക്കൾക്ക് മോക്ഷം വരുത്തി ഇഷ്ട വഴിപാടുകൾ. ന്യൂസ് ബ്യൂറോ, ഇരട്ടി.
പിതൃക്കളുടെ മോക്ഷപ്രാപ്തിക്കായി പിണ്ഡം സമർപ്പിച്ച് നിരവധി പേർ ബലിതർപ്പണം നടത്തി. കണിച്ചാർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ ആറാട്ടുകടവിലായിരുന്നു പിതൃതർപ്പണ ചടങ്ങുകൾ നടന്നത്. ഭൂമിയിലെ ഒരു വർഷം പിതൃക്കൾക്ക് ഒരു ദിവസമാണ് എന്നാണ് വിശ്വാസം. പിതൃക്കൾക്ക് പ്രാധാന്യമുള്ള ദക്ഷിണായനത്തിലെ ആദ്യത്തെ അമാവാസിയാണ് കർക്കിടകത്തിലേത്. അതുകൊണ്ടാണ് കർക്കിടക വാവ് ബലിക്ക് പ്രാധാന്യമേറെയാണ്. തലേന്ന് വ്രതമെടുത്ത് അമാവാസി ദിവസം കുളിച്ച് ഈർന്നണിഞ്ഞ് മരിച്ചുപോയ മൺമറഞ്ഞുപോയ പിതൃക്കളെ മനസ്സിൽ സങ്കല്പിച്ച് ഭക്തിപുരസരം ബലിയിടും. എള്ളും പൂവും ഉണക്കലരിയും ഉൾപ്പെടെയുള്ള പൂജാദ്രവ്യങ്ങൾ കൊണ്ടാണ് ബലിതർപ്പണം നടത്തുക. പിതൃക്കളുടെ മോക്ഷപ്രാപ്തിക്കായി പിണ്ഡം സമർപ്പിച്ച് നിരവധി പേർ ബലിതർപ്പണം നടത്തി. കണിച്ചാർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ വിപുലമായ സജ്ജീകരണങ്ങളായിരുന്നു ഒരുക്കിയത്. ക്ഷേത്രത്തിന്റെ ആറാട്ടുകടവിൽ രാവിലെ മുതൽ തന്നെ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു. രാവിലെ പെയ്ത കനത്ത മഴയിലും നിരവധി വിശ്വാസികളായിരുന്നു ബലിതർപ്പണം ചെയ്ത് പിതൃപുണ്യം നേടിയത്. ശ്രീ ഗണപതയേ നമഃ. അഭിജ്ഞവസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ശിവം ഭൗതമംഗളം ആയുരാരോഗ്യവർദ്ധന നമ. ബുദ്ധിപ്രകാശായ ദേവജ്യോതി നമോ നമ. ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. പുഷ്പം നാക്കിലയിൽ വെച്ച് ഗുരുദേവനെ സ്മരിച്ചുകൊണ്ട് ഇടത്തുകാൽ മുട്ടുപിരിക്കും. ഇടത്തുകാൽ മുട്ടുപിരിക്കും. ഇനി അങ്ങനെ ശരീരം വഴങ്ങാത്തവരുണ്ടെങ്കിൽ അതനുസരിച്ച് ഇരിക്കാം, നിൽക്കാം. അല്ലെങ്കിൽ രണ്ട് കാലം മുട്ടിപ്പിരിക്കാം, അല്ലെങ്കിൽ സംഭ്രമിരിക്കാം എന്നവർ ചെയ്യും. ഉത്വാംബരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൻ സർവ വിഘ്നോപ ശാന്തയേ. അങ്ങനെ ഞാൻ രണ്ട് കൈയും ഹൃദയത്തോട് ചേർത്ത് തോന്നിപ്പിക്കാം. ഓം ശ്രീമദ്ഭാഗവതോ മഹാപുരുഷസ്യ പ്രവർത്തമാനസ്യ ആദിബ്രഹ്മണ ദ്വിതീയപരാർത്ഥേ ശ്വേതവരാഹകൽപേ വൈവത്സര മന്വന്തരേ കലിയുഗേ പ്രഥമപാദേ ജംബുദ്വീപേ ഭാരതവർഷേ ഭാരതഖണ്ഡേ ഹിന്ദുസ്ഥാനെ ഉപരി തിലോദകം നമ. രണ്ടാമത് വിദ്യരേ ആവാഹേ താൻ സർവാൻ കുശപൃഷ്ഠേ തിലോദഹി. ചടങ്ങുകൾക്ക് സെന്തിൽ ശാന്തികൾ, ടി ശ്രീനിവാസൻ, രാജേന്ദ്ര പ്രസാദ്, സജീവൻ പാലപ്പള്ളി, രാമകൃഷ്ണൻ മുളക്കേക്കുടി, ശശിധരൻ MG, ശശിധരൻ പാലപ്പള്ളി, ചന്ദ്രമതി ടീച്ചർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഹൈവിഷൻ ന്യൂസ്, കേളകം. പിതൃമോക്ഷം തേടി ആയിരങ്ങൾ ബലിതർപ്പണം നടത്തി. ബലിതർപ്പണത്തിനായി കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിലും സ്നാനഘട്ടങ്ങളിലും ഭക്തരുടെ തിരക്ക്. പിതൃക്കളുടെ മോക്ഷം തേടി ആയിരങ്ങൾ ബലിതർപ്പണം നടത്തി. ബലിതർപ്പണത്തിനായി കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ പുലർച്ചെ മുതൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. ബാവലിപ്പുഴക്കരികിൽ പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലത്താണ് ബലിതർപ്പണ ചടങ്ങുകൾ നടത്തിയത്. പുലർച്ചെ 5 മണിക്ക് ആരംഭിച്ച ബലിതർപ്പണം 11 മണി വരെ നീണ്ടു. കിണ്ടി പാലിന് മുകളിലും മറുകൈ കൊണ്ട് കിണ്ടി മുഖവും അടച്ച് കിണ്ടി 3 തവണ ഉയർത്തി താഴ്ത്തി വെക്കുക. കിണ്ടി 3 തവണ ഉയർത്തി താഴ്ത്തി വെക്കുക. ഇതിൽ നമ്മുടെ 3 വിരലുകൾ കൈവരുടെ 3 വിരലിലേക്ക് 3 തവണ സ്വയം ശുദ്ധിയാവാൻ സ്വന്തം ശരീരത്തിലേക്ക് 3 തവണ പോവുക. അതിനുശേഷം ആ ദർഭ ഓരോന്ന് കയ്യിലുണ്ട്. നമ്മുടെ ഇലയിൽ തന്ന ദർഭയുണ്ടല്ലോ, അത് വലത് കൈകൊണ്ട് കിണ്ടി വാലിലെ വെള്ളം ചെയ്ത ആ ദർഭ ഇലയിൽ പൂവ് ഈ 3 ബലിവസ്തുക്കൾ കയ്യിലെടുത്ത് അരിയും വെള്ളും പൂവും കയ്യിലെടുക്കുക. നമ്മുടെ കയ്യിലുള്ള ബലിവസ്തുക്കൾ നമ്മുടെ പൂർവ്വ പിതൃക്കൾ, നമ്മൾ ഇന്നോളം കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത, പേരും നാളും ഒന്നും അറിയത്തില്ലാത്ത ആ പൂർവ്വ പിതൃക്കൾ, അവർക്കുള്ള തർപ്പണമെന്ന് സങ്കല്പിച്ച് ഗർഭയുടെ മധ്യത്തിൽ സമർപ്പിക്കും. എള്ളും പൂവും അല്പം കൂടെ കയ്യിലെടുക്കുക. അരി, എള്ള്, പൂവ് 3 ബലിവസ്തുക്കളും കയ്യിലെടുക്കുക. വിദുരം ആഗീകര ഗോത്രേ
നാള് എന്ന് വെച്ചാൽ ഈ നക്ഷത്രത്തിൽ ജനിച്ച് ഇന്ന നക്ഷത്രത്തിൽ അതിലേക്ക് കിണ്ടിവാലിൽ നിന്ന് വെള്ളമെടുത്ത് ഒരു നീര് നൽകി കായേന വാച മനസേന്ദ്രിയർവ അധ്യാത്മനാഥ പ്രകൃതി സ്വഭാവ കാരോസ്മിഞ്ചത് ഓ നാരായണായേതി സമർപ്പയാമി സർവം നാരായണായേതി സമർപ്പയാമി. ഒഴുകി വരുന്ന ദിക്കിലേക്ക് ഇനി കിണ്ടിവാലിൽ നിന്ന് കുറച്ച് വെള്ളം വലത് കൈക്കുമ്പിളിൽ എടുത്ത് കിണ്ടിവാലിൽ നിന്ന് കുറച്ച് വെള്ളം വലത് കൈക്കുമ്പിളിൽ എടുക്കുക. അല്പം ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഉയർത്തിപ്പിടിക്കുക. ചൊല്ലുക കാശി രാമേശ്വരം തിരുവല്ലം തിരുനാവായ ഗോകർണേഷു ആപലിക ക്ഷേത്രേ സർവപാപ വിമുക്തായ ജലോസ്മിൻ ആവാഹനതു. നമ്മൾ പിതൃകർമ്മ ചെയ്യാനുള്ള ഗംഗാ നദീജലത്തെ കയ്യിലുള്ള വെള്ളം കിണ്ടിയിലേക്ക് തന്നെ പകർന്ന് കിണ്ടിവാലിൽ നിന്ന് വെള്ളമെടുത്ത് 3 തവണ കിണ്ടിയിലേക്ക് തന്നെ ഒഴിക്കുക. കിണ്ടിവാലിൽ നിന്ന് വെള്ളമെടുത്ത് 3 തവണ കിണ്ടിയിലേക്ക് തന്നെ പകർന്നൊഴിക്കുക. അതിനുശേഷം ഇറക്കിയിട്ട് പാർശ്വഭാഗങ്ങളിലേക്ക് 3 തവണ ജലം പകരുക. അതായത് ഗംഗാ നദീജലത്താൽ നമ്മൾ പരിസരം ശുദ്ധി ചെയ്യുന്നു. 3 തവണ പാർശ്വഭാഗങ്ങളിലേക്ക് ജലം പകർന്ന് ഇനി സ്വയം ശുദ്ധി, സ്വന്തം ശരീരം ശുദ്ധിയാക്കിയ ദർഭ ഇലയുടെ മുകളിൽ വെച്ച് ഇലയുടെ പകുതി ഭാഗം നമ്മൾ വെള്ളം കിട്ടിയവരാ ദർഭേൻ്റെ മേലെ വെച്ചോളൂ. വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ ദർഭേൻ്റെ മേലെ വെക്കാം. പുറത്തോട്ട് വരുന്ന രീതിയിൽ ധരിക്കുക. കുറച്ചായിട്ട് എടുക്കണ്ടു. അടുത്തത് വീണ്ടും കുറച്ചായിട്ട് എടുക്കും.
ഒരേ സമയം 100-ലധികം പേരാണ് ബലിതർപ്പണ ചടങ്ങിൽ പങ്കെടുത്തത്. അപകട സാധ്യത കണക്കിലെടുത്ത് ബാവലിപ്പുഴയിൽ മുങ്ങിക്കുളിക്കാൻ പ്രത്യേക ഭാഗം കയർകെട്ടി തിരിച്ചിരുന്നു. ഫയർഫോഴ്സ്, പോലീസ്, സിവിൽ ഡിഫൻസ് അംഗങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സുരക്ഷാ ചുമതല. ബലിതർപ്പണത്തിന് ശേഷം ക്ഷേത്രത്തിലും വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെട്ടത്. ദേവസ്വം അന്നദാന ഹാളിൽ ഭക്തജനങ്ങൾക്കായി ലഘുഭക്ഷണവും തയ്യാറാക്കിയിരുന്നു. ഹൈവിഷൻ ന്യൂസ്, കേളകം. തോലമ്പ്ര ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വാവുബലിയും പിതൃതർപ്പണ ചടങ്ങുകളും നടത്തി. നിരവധി പേർ ബലിതർപ്പണം നടത്തി പിതൃപുണ്യം നേടി. തോലമ്പ്ര ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ കർക്കിടക വാവുബലിയും പിതൃതർപ്പണ ചടങ്ങുകളും നടത്തി. ബലിതർപ്പണ ചടങ്ങുകൾക്ക് ചിറപ്പുറത്തില്ലത്ത് രമേശ് നമ്പൂതിരി, മുഴപ്ര ജ്യോതിഷ് നമ്പീശൻ തുടങ്ങിയവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നിരവധി ഭക്തജനങ്ങളായിരുന്നു ബലിതർപ്പണ ചടങ്ങുകളിൽ പങ്കെടുക്കാനായി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. രഘുത്തമൻ, പ്രശാന്ത് കുമാർ, കെ ശൈലേന്ദ്രൻ, OT വിനോദ്, K രമിൽ, CP ശ്രീധരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ. പൂളക്കുറ്റിയിലുണ്ടായ ഉരുൾപൊട്ടലിൽ വീട് തകർന്ന നെടുമ്പുറംചാൽ സ്വദേശി ഐസക് താമസിക്കുന്നത് ഇപ്പോഴും വാടക വീട്ടിൽ തന്നെ. ഉരുൾപൊട്ടലിൽ തകർന്ന വീടിന് നഷ്ടപരിഹാരം ലഭിച്ചുവെങ്കിലും ആ തുക കൊണ്ട് പുതിയ വീട് നിർമ്മിക്കുവാൻ കഴിയാത്തതാണ് ഈ അവസ്ഥയ്ക്ക് കാരണം. 2022 ആഗസ്റ്റ് മാസം പൂളക്കുറ്റിയിലുണ്ടായ ഉരുൾപൊട്ടലിലായിരുന്നു നെടുമ്പുറംചാൽ സ്വദേശി ഐസക്കിൻ്റെ വീടും കൃഷിയിടവും ഉൾപ്പെടെ പൂർണ്ണമായും നശിച്ചത്. വീട് തകർന്നതോടെ താമസം വാടക വീട്ടിലേക്കും മാറി. ഇപ്പോൾ 2 വർഷക്കാലമായി വാടക വീട്ടിൽ ഭാര്യയ്ക്കും 3 മക്കൾക്കും ഒപ്പമാണ് ഐസക് താമസിക്കുന്നത്. ഉരുൾപൊട്ടലിൽ കൃഷിഭൂമിയും കൃഷിയും നശിച്ചതോടെ റബ്ബർ വെട്ടിയും പശുവിനെ വളർത്തിയുമൊക്കെയാണ് കുടുംബം പുലർത്തുന്നത്. ഉരുൾപൊട്ടിയതോടെ ഐസക്കിൻ്റെ നെടുമ്പുറംചാൽ നെല്ലിയാനിലുള്ള സ്ഥലത്ത് വീട് വെക്കാനും സാധിക്കില്ല. മറ്റൊരു സ്ഥലം കണ്ടെത്തി വേണം വീട് വെക്കാൻ. നഷ്ടപരിഹാരമായി ആകെ ലഭിച്ചത് 3,93,000 രൂപ മാത്രം. ഐസക്കിന് വീട് തകർന്നത് നഷ്ടപരിഹാരമായി ലഭിച്ച തുകയാണിത്. ഇന്നത്തെ കാലത്ത് ഈ പണം കൊണ്ട് വീട് വെക്കാൻ പോയിട്ട് സ്ഥലം മേടിക്കാൻ പോലും കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. പ്രതിമാസം വൻ തുക വാടക ഇനത്തിൽ നൽകിയാണ് ഐസക്കും കുടുംബവും ജീവിതം തള്ളി നീക്കുന്നത്. അങ്ങനെ നാട്ടുകാരുടെയൊക്കെ സഹായം കൊണ്ടൊക്കെയാണ് ജീവിച്ചു പോകുന്നത്. അല്ലാതെ ജീവിക്കാൻ വേറെ വീട് വെച്ച് മാറാനോ വീട് മേടിക്കാനുള്ള സ്ഥലം മേടിക്കാനോ എന്നുള്ള മാർഗ്ഗം ഇപ്പോൾ ഇല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ വാടകയ്ക്ക് ഇപ്പോഴും നിൽക്കുന്നത്. ഇല്ല, സർക്കാരിനടുത്ത് സഹായം കൊണ്ട് സാധിക്കുകയല്ല. ആകെപ്പാടെ 3,93,000 രൂപയാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഏതായാലും സാധിക്കുകയില്ല. വേറെ നഷ്ടപരിഹാരം ഒന്നും കിട്ടിയിട്ടില്ല. ഹൈവിഷൻ ന്യൂസ്, കേളകം. നിക്ഷേപ തട്ടിപ്പ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കേളകം യൂണിറ്റിന്റെ വ്യാപാര ഭവൻ ആക്ഷൻ കമ്മിറ്റിക്ക് വിട്ടു നൽകുവാൻ തീരുമാനം. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കേളകം യൂണിറ്റും ആക്ഷൻ കമ്മിറ്റിയുമായി കേളകം പോലീസ് സ്റ്റേഷനിൽ നടത്തിയ ചർച്ചയിലാണ് തീരുമാനമുണ്ടായത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കേളകം യൂണിറ്റിലെ നിക്ഷേപ തട്ടിപ്പിന് ഇരയായവരുടെ സംഘടനയായ ആക്ഷൻ കമ്മിറ്റിക്ക് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കേളകം യൂണിറ്റിന്റെ വ്യാപാര ഭവൻ വിട്ടു നൽകാൻ തീരുമാനിച്ചതായി നേതാക്കൾ അറിയിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കേളകം യൂണിറ്റ് ആക്ഷൻ കമ്മിറ്റിയുമായി കേളകം പോലീസ് സ്റ്റേഷനിൽ നടത്തിയ ചർച്ചയിൽ ആക്ഷൻ കമ്മിറ്റിക്ക് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചു. കടബാധ്യത തീർത്ത് ബാലൻസ് തുക കേളകം യൂണിറ്റിന് കൈമാറാനും തീരുമാനിച്ചതായി നേതാക്കൾ അറിയിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി സാമ്പത്തിക ബാധ്യതയിലും പ്രതിസന്ധിയിലുമാണ്. 5.5 വർഷക്കാലമായി നാട്ടുകാർക്ക് കൊടുക്കാനുള്ള പൈസയ്ക്ക് ഒരു തീരുമാനം ഉണ്ടാകാത്തൊരു സാഹചര്യം. അത് വ്യാപാര ഭവൻ സ്വത്തുക്കൾ മുഴുവൻ ട്രസ്റ്റിൻ്റെ കീഴിലായിരുന്നുകൊണ്ട് ആ സ്വത്തുക്കളെല്ലാം വ്യാപാരി വ്യവസായി ഏകോപന സമിതി കേരള യൂണിറ്റിൻ്റെ പേരിലേക്ക് മാറ്റുകയും അത് മാറ്റി കിട്ടിയത് കഴിഞ്ഞ 30-ാം തീയതിയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആക്ഷൻ കമ്മിറ്റിയായിട്ട് കേളകം പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറുടെ മുമ്പിൽ നടന്ന ചർച്ചയിൽ അത് 3 മാസക്കാലം കൊണ്ട് ആക്ഷൻ കമ്മിറ്റി അല്ലെങ്കിൽ സമരസമിതി അത് വിൽപ്പന നടത്തി 2 കോടി രൂപയോളം സമാഹരിക്കും. അതിൽ കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ ബാധ്യതകൾ തീർന്നിട്ടുള്ള എമൗണ്ട് ഏകോപന സമിതിക്ക് കൈമാറാനുള്ള തീരുമാനമായി.
ഇത് കുറേ കാലങ്ങളായിട്ട് ധാരണയാകാതെ നടക്കുന്ന ഒരു സംഭവമായതുകൊണ്ട് വിവിധ ചർച്ചകളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം ധാരണയാകാത്തൊരു കാര്യമായതുകൊണ്ടാണ് ഇത്തരം ഒരു നിലപാടുമായിട്ട് കടുപ്പപ്പെട്ട ഒരു നിലപാടുമായിട്ട് സംഘടന മുമ്പോട്ട് പോയത്. ഇപ്പോൾ ഈ സ്വത്തുക്കളുടെ എല്ലാം പരമാധികാരി വ്യാപാരി വ്യവസായി ഏകോപന സമിതിയാണ്. അപ്പോൾ ഏകോപന സമിതിക്ക് നിർണായക തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ബഹുമാനപ്പെട്ട ചെയർമാൻ്റെ അടക്കം ഞങ്ങളുടെ ചെയർമാൻ വാദ്യാടി ജോസിയേട്ടൻ്റെയും യൂണിറ്റ് പ്രസിഡന്റ് രജീഷിൻ്റെയും മറ്റ് ഭാരവാഹികളായിട്ടുള്ള കൊച്ചിൻ രാജൻ്റെയും പിന്നെ KP ജോളിയുടെ എല്ലാം നേതൃത്വത്തിൽ നടന്ന ചർച്ചയിലാണ് ഈ സ്വത്തുക്കൾ കൈമാറ്റം ചെയ്തുകൊണ്ട് അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഇവരെ ഏൽപ്പിച്ചുകൊണ്ട് അതിൻ്റെ വിൽപ്പനാധികാരവും കൂടെ അവർക്ക് ഏൽപ്പിച്ചുകൊണ്ട് കേളകം പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ എഴുതി ധാരണയായി. അതൊരു എഗ്രിമെൻറ്റിലേക്ക് അടുത്ത ദിവസങ്ങളിൽ മാറ്റി ഈ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് പോകും. കാരണം ഒരുപാട് പാവപ്പെട്ട ആളുകൾക്ക് പണം കൊടുക്കുന്നുണ്ട്. എൻ്റെ ഭരണസമിതി വന്നിട്ട് തന്നെ 2 വർഷം ആകാൻ വേണ്ടി പോവാണ്. ഇതുവരെ ഈ ഒരു രീതിയിലും ഈ ഒരു നിലപാടുമായിട്ടാണ് മുമ്പോട്ട് പോയത്. പക്ഷേ ഇതിപ്പോൾ എന്താണ് തീരുമാനമായത്? നമ്മളൊരു 10-12 പ്രാവശ്യമെങ്കിലും മീറ്റിംഗ് കൂടിയായിരുന്നു ഈ സ്റ്റേഷനിൽ തന്നെ. അല്ലാതെ ഞങ്ങൾ കണ്ണൂരും ജില്ലാ കമ്മിറ്റിയിലും സംസ്ഥാന കമ്മിറ്റിയെല്ലാം ആയിട്ട് ഞങ്ങൾ പല പ്രാവശ്യം പല ചർച്ചകളും നടത്തി. ഒന്നിനും ആരൊരു മൈൻഡ് തന്നില്ല. ആ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കേരളം സ്റ്റേഷനിൽ SIയും CIയും എല്ലാവരും കൂടി നമ്മുടെ ബഹുമാനപ്പെട്ട വ്യാപാരി പ്രസിഡന്റുമാരെയും സെക്രട്ടറി എല്ലാം വിളിച്ചു. അങ്ങനെ ചെയർമാനെയും വിളിച്ചു. വാത്യാട് ജോസേട്ടനായിരുന്നു. അവരെല്ലാം വിളിച്ച് ലാസ്റ്റ് പിന്നെ ഇവർ പറഞ്ഞു ട്രസ്റ്റിൻ്റെ പേരിൽ നിന്ന് മാറ്റിയതിന് ശേഷം ഇതിനൊരു തീരുമാനമാക്കുക. അപ്പോൾ ട്രസ്റ്റ് ഇതിന് മുമ്പത്തെ ചെയർമാൻ ഉണ്ടായിരുന്നു, വർഗീസ് കാടായി ഉണ്ടായിരുന്നപ്പോൾ തന്നെ ഇവിടെ ജനറൽ ബോഡി കൂടി എല്ലാവരും കൂടി തീരുമാനിച്ചു കടം വന്നത് എന്തായാലും ട്രസ്റ്റ് വിറ്റിട്ടാണെങ്കിലും ബിൽഡിംഗ് വിറ്റിട്ടാണെങ്കിലും കടം വീട്ടാന്നുള്ളത്. അങ്ങനെ ഏകദേശം നമ്മുടെ ഒരു 10-200 മെമ്പർമാർ നമ്മുടെ ഇതിൽ കസ്റ്റഡിയിൽ ഞങ്ങളൊരു കമ്മിറ്റി ഉണ്ടാക്കി. അതായത് ആക്ഷൻ കമ്മിറ്റിയിൽ ഏകദേശം 10-200 ആൾക്കാരുണ്ട്. അവർക്കെല്ലാം കിട്ടാനുള്ള പൈസയ്ക്ക് പല പ്രാവശ്യം നമ്മൾ ഒരുപാട് ഇവരെ സമീപിച്ചപ്പോൾ നാട്ടത്തിലാണ് ലാസ്റ്റ് പിന്നെ 2 വർഷക്കാലമായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡൻ്റായി വന്നു. അതിനൊരു തീരുമാനം വേണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടതിനനുസരിച്ച് നമുക്കിതിന് കുറച്ച് കാര്യങ്ങളെല്ലാം മുന്നോട്ട് നീങ്ങി. അതിൻ്റെ വെളിച്ചത്തിൽ ഈ കഴിഞ്ഞ മാസമാണ് ഈ ട്രസ്റ്റിൽ നിന്ന് ഏകോപന സമിതിയിലോട്ട് ഇത് ബിൽഡിംഗ് മാറ്റിയത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞത് എന്താ ചെയ്യുന്നുണ്ടെങ്കിൽ ട്രസ്റ്റ് ചെയർമാനെയും പ്രസിഡൻറ്റിനെല്ലാം വിളിച്ചു. സ്റ്റേഷനിൽ വെച്ചിട്ട് വീണ്ടും മീറ്റിംഗ് ആവശ്യപ്പെട്ടു. മീറ്റിംഗ് വന്നു. അതിലെനിക്ക് നമ്മളൊരു തീരുമാനം എടുത്തെന്താ ചെയ്യുന്നുണ്ടെങ്കിൽ കിട്ടാനുള്ള പൈസയ്ക്ക് നമുക്കൊരു ബെനിഫിറ്റ് വേണം, നമുക്കൊരു ഉറപ്പ് വേണം. അതിനെ ഈ ബിൽഡിങ് സമുച്ചയം നമുക്ക് ഈ ആക്ഷൻ കമ്മിറ്റിക്ക് എഴുതി തരിക. അതിനൊരു എഗ്രിമെൻ്റ് ആക്കി സ്റ്റേഷനിൽ തന്നെ എഗ്രിമെൻ്റ് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ ബാക്കി എല്ലാ പത്രങ്ങളും നടക്കുന്നുണ്ട്. അത് ഇനി ആരാണോ ഇനിയിപ്പോൾ 2-3 മാസം കഴിഞ്ഞിട്ട് 5-6 മാസം കഴിഞ്ഞിട്ടാണ് വെച്ചെങ്കിലും അത് അവർക്കും വിൽക്കാൻ നമ്മളും വിൽക്കും. 2 കൂട്ടരും. ആർക്കാണോ കൂടുതൽ ടൈമില്ല, ആരാണോ കൂടുതൽ എമൗണ്ടിന് വിൽക്കുന്നത് അത് വിൽക്കുക. നമ്മൾ വിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കൊടുക്കാനുള്ള ആൾക്കാരുടെ പൈസയും കൊടുത്ത് ബാക്കി എത്ര പൈസ കൂടുതൽ കിട്ടുമോ ആ പൈസ കംപ്ലീറ്റ് ഏകോപന സമിതി കേരളം യൂണിറ്റിന് നമ്മൾ കൈമാറും. ആ ഒരു തീരുമാനത്തിലാണ് വന്നിരിക്കുന്നത്. അത് വളരെ ഞങ്ങൾക്ക് ഭയങ്കര അഭിമാനപരമായിട്ടുള്ളൊരു തീരുമാനമാണ്. ഇതിൻ്റെ മുമ്പ് നമുക്ക് ഒരു പിടിയില്ലായിരുന്നു. ഒരുപാട് പാവങ്ങൾ. കേളകം SI ശ്രീജേഷ്, അഡീഷണൽ SI രമേശൻ, സിവിൽ ഓഫീസർ പ്രശോക്, വ്യാപാരി നേതാവ് രജീഷ് ബൂൺ, ട്രസ്റ്റ് ചെയർമാൻ ജോസ് വാത്യാട്ട്, ആക്ഷൻ കമ്മിറ്റി നേതാക്കളായ കൊച്ചിൻ രാജൻ, നോവ ജോൺസൺ, KP ജോളി, VK കുഞ്ഞുമോൻ തുടങ്ങിയ നേതാക്കൾ ചർച്ചയിൽ പങ്കെടുത്തു. ഹൈവിഷൻ ന്യൂസ്. കോളയാട് പഞ്ചായത്തിലെ പറക്കാട് വനഗ്രാമത്തിലേക്കുള്ള റോഡ് തകർന്നു. ഒറ്റപ്പെട്ട കുടുംബങ്ങൾക്ക് വനം വകുപ്പിന്റെ വാഹനത്തിൽ സഹായം എത്തിച്ചു നൽകി. കോളയാട് ഗ്രാമപഞ്ചായത്തിലെ പെരുവ വാർഡിൽ ഉൾപ്പെട്ട പ്രദേശമാണ് പറക്കാട്. പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന 36 കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസമുണ്ടായ ഉരുൾപൊട്ടലിലും പേമാരിയിലും പ്രദേശത്തെ റോഡുകളെല്ലാം തന്നെ ഒലിച്ചുപോയി. കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാട് നിന്നുമായിരുന്നു ടാർ ചെയ്ത റോഡുണ്ടായിരുന്നത്. എന്നാൽ ആ ഭാഗത്തുള്ള പാലം തകർന്നതിനാൽ അതിലെയുള്ള യാത്രാ സൗകര്യവും നിലച്ചു. ചെമ്പുക്കാവിൽ നിന്നും 7 കിലോമീറ്ററോളം വനപാതയാണ്. അതിൽ പകുതിയോളം മാത്രമാണ് കോൺക്രീറ്റ് ചെയ്തത്. ബാക്കി വരുന്ന ഭാഗം മഴവെള്ളപ്പാച്ചിലിൽ പൂർണ്ണമായും തകർന്നു. റോഡിൽ വലിയ കുഴികളും മണ്ണും നിറഞ്ഞ് ഗതാഗത യോഗ്യമല്ലാതായി. ഒറ്റപ്പെട്ട കുടുംബങ്ങൾക്ക് കഴിഞ്ഞ ദിവസം വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ ഭക്ഷ്യധാന്യങ്ങളും മറ്റും എത്തിച്ചിരുന്നു. മെഡിക്കൽ സംഘം സഞ്ചരിച്ച വാഹനമുൾപ്പെടെ ഏറെ സമയം ഈ റോഡിൽ കുടുങ്ങുകയും ചെയ്തു. വനപാലകരും പ്രദേശവാസികളും കുറേ ഭാഗം ഗതാഗത യോഗ്യമാക്കിയെങ്കിലും ഇപ്പോഴും അവിടേക്ക് വാഹനങ്ങൾ എത്തിപ്പെടാൻ വലിയ പ്രയാസമാണ്. പറക്കാട് ചെമ്പുക്കാവ് മഴവെള്ളപ്പാച്ചിൽ തകർന്ന റോഡ് വനം വകുപ്പും നാട്ടുകാരും ചേർന്ന് താൽക്കാലികമായി പുനഃസ്ഥാപിച്ച് ഗതാഗത യോഗ്യമാക്കാനുള്ള ഒരുക്കത്തിലാണ്. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ. കൊട്ടിയൂർ നെല്ലിയോടിയിൽ കാട്ടാന കൃഷിയിടങ്ങളിലിറങ്ങി വ്യാപകമായി കാർഷിക വിളകൾ നശിപ്പിച്ചു. ശനിയാഴ്ച പുലർച്ചെ ഇറങ്ങിയ കാട്ടാനയാണ് ജനവാസ മേഖലയിലെ കാർഷിക വിളകൾ നശിപ്പിച്ചത്. കൊട്ടിയൂർ നെല്ലിയോടിയിൽ കാട്ടാന ഇറങ്ങി വ്യാപകമായി കാർഷിക വിളകൾ നശിപ്പിച്ചു. ശനിയാഴ്ച പുലർച്ചെയാണ് കാട്ടാന ജനവാസ കേന്ദ്രത്തിലെ കൃഷിയിടത്തിൽ ഇറങ്ങിയത്. വാണിയം കിഴക്കിൽ ഷിനോജ്,
കുമ്പുങ്കൽ, കുര്യൻ, ബിനോയ്, വക്കച്ചൻ പാറടയിൽ എന്നിവരുടെ കാർഷിക വിളകളും മൺതിട്ടകളുമാണ് കാട്ടാന നശിപ്പിച്ചത്. വനാതിർത്തിയിൽ സ്ഥാപിച്ച വൈദ്യുതി വേലി ചവിട്ടി തകർത്താണ് കാട്ടാന ജനവാസ മേഖലയിലെ കൃഷിയിടത്തിൽ ഇറങ്ങിയത്. കാട്ടാന ഇറങ്ങി കാർഷിക വിളകൾ നശിപ്പിച്ച സ്ഥലം കൊട്ടിയൂർ വെസ്റ്റഡ് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ സജീവ് കുമാർ, ബീറ്റ് ഓഫീസർമാർ, വാച്ചർമാർ, വാർഡ് മെമ്പർ ജോണി ആമക്കാട്ട് എന്നിവർ സന്ദർശിച്ചു. അടിയന്തരമായി വനാതിർത്തിയിൽ തൂക്കുവേലി സ്ഥാപിക്കണമെന്ന് വാർഡ് മെമ്പർ ജോണി ആമക്കാട്ട് ഹൈവിഷൻ ന്യൂസിനോട് പറഞ്ഞു. നെല്ലിയോടിയിൽ കുമ്പുക്കൽ വിയയുടെയും കുര്യൻ്റെയൊക്കെ ബിനോയുടെയൊക്കെ ഭാഗത്ത് ഇന്നലെ രാത്രി ആന കയറി എന്നാണ് പറഞ്ഞത്. രാവിലെ കുമ്പുക്കൽ വിയ വിളിച്ച് പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. ഈ ഭാഗത്തൊന്നും സാധാരണ നിലയിൽ ആനശല്യം ഇല്ലാത്തതാണ്. എന്തായാലും ഈ ആളുകൾ പൊതുവെ മഴയും മണ്ണിടിച്ചിലെല്ലാം ഭയപ്പെട്ടിരിക്കുമ്പോൾ ആനയുടെ ശല്യവും കൂടെ ഒരു ഭീതിയിലാക്കിയിരിക്കുകയാണ്. അപ്പോൾ അത് അടിയന്തരമായിട്ട് തൂക്കുവേലി നിർമ്മാണമൊക്കെ ദ്രുതഗതിയിലാക്കണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ തുടങ്ങിയിട്ട് 2 കൊല്ലമായി, പക്ഷേ നടപടിയില്ല. നിലവിലുള്ള വേലി ചാർജ് ഇല്ലയെന്ന് ഈ നാട്ടുകാർ പറയുന്നു, പക്ഷേ ഫോറസ്റ്റുകാർ പറയുന്നു വേലി ചാർജുണ്ട്. അത് തകർത്തായിരിക്കാം അങ്ങനെയെങ്കിൽ കയറിയിരിക്കുന്നത്. കുറേ കൃഷി കളഞ്ഞുണ്ടോ? കൃഷി വ്യാപകമായിട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ നശിപ്പിക്കാൻ പറ്റിയ കൃഷികൾ ഇവിടെ വാഴയും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ വാഴ, കവുങ്ങ് തുടങ്ങിയവയൊക്കെ തകർത്തിട്ടുണ്ട്. പിന്നെയുള്ളത് റബ്ബർ പോലുള്ള കാര്യങ്ങൾ. അതിലൊന്നും സാധാരണ നാശനഷ്ടം വരുത്തിയിട്ടില്ല. വരാനേ ഉള്ളെന്നാണ് പറയുന്നത്. അപ്പോൾ അവർക്ക് തീറ്റയ്ക്ക് വേണ്ടിയിട്ട് വന്നതാവാം, കാറ്റും മഴയൊക്കെ പേടിച്ചിട്ട് ഇറങ്ങിയതാവാം. എങ്ങനെയാണേലും അത് പ്രതിരോധം ഏർപ്പെടുത്തിയില്ല, ജനങ്ങൾ ഭീതിയിലാണ്. അതിന് പരിഹാരം ഉണ്ടാവണം. ഹൈവിഷൻ ന്യൂസ്, കേരളം. ബുള്ളറ്റ് സംഭാവന നൽകി യുവാവ്. ആർളം പുതുക്കുണ്ടിലെ മമ്മാലി വിജേഷാണ് വയനാട്ടിലെ ദുരിതബാധിതർക്ക് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ വീട് വെച്ച് നൽകുന്നതിനായി ബുള്ളറ്റ് സംഭാവന നൽകിയത്. 10 വർഷം സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ കൊണ്ടു നടന്ന റോയൽ എൻഫീൽഡ് ബുള്ളറ്റാണ് വിജേഷ് വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്നവർക്കായി ഒരു കൈ സഹായത്തിനായി സംഭാവന നൽകിയത്. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ 25 വീടുകളാണ് നിർമ്മിച്ചു നൽകുന്നത്. ഇതിനായി പ്രവർത്തകർ പലതരത്തിലുള്ള സാധന സാമഗ്രികൾ ശേഖരിച്ച് വിൽപ്പന നടത്തിയും വീട് നിർമ്മാണത്തിന് ആവശ്യമായ വസ്തുക്കൾ സംഭാവന ശേഖരിച്ചും പ്രവർത്തനം തുടങ്ങിയത്. ഇതിൻ്റെ ഭാഗമായി ഡിവൈഎഫ്ഐ പ്രവർത്തകർ എടൂരിൽ ദീപം 2 വീലർ വർക്ക്ഷോപ്പ് നടത്തുന്ന വിജേഷിനെ സമീപിച്ചു. മറ്റൊന്നും എതിര് പറയാതെ തന്നോടൊപ്പം 10 വർഷമായുള്ള ബുള്ളറ്റ് വിറ്റ് കിട്ടുന്ന കാശ് ഡിവൈഎഫ്ഐയുടെ വീട് നിർമ്മാണത്തിനായി ഉപയോഗിക്കാം എന്ന് വിജേഷ് പറഞ്ഞു. ആറളം പൂതക്കുണ്ട് സ്വദേശിയാണ് മമ്മാലി വിജേഷ്. ബുള്ളറ്റിൻ്റെ താക്കോൽ ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം KG ദിലീപിന് കൈമാറി. ഇരിട്ടി ബ്ലോക്ക് പ്രസിഡന്റ് PV ബിനോയ്, CPIM ഡിവൈഎഫ്ഐ നേതാക്കളായ TA ജോസഫ്, EP രമേശൻ, വത്സൻ, മഹേഷ്, ശരത് ലാൽ, അശ്വിനികുമാർ, ഉമേഷ് എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. വയനാട് ദുരിതബാധിതരെ സഹായിക്കുന്നതിന് വേണ്ടി നമ്മുടെ സംസ്ഥാനത്തുള്ള ജനങ്ങളും കേരളത്തിന് പുറത്തു ജീവിക്കുന്ന, കേരളത്തെ സ്നേഹിക്കുന്ന വിവിധ ജനവിഭാഗങ്ങളുമെല്ലാം വലിയ സഹായങ്ങളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒരു ദുരന്തമുണ്ടാവുന്ന സാഹചര്യത്തിലാണ് നമ്മളൊരു പ്രദേശത്ത് ജീവിക്കുന്ന മനുഷ്യരുടെ മനുഷ്യത്വം എന്താണ് എന്ന് തിരിച്ചറിയുന്നത്. വിവിധങ്ങളായ മാതൃകകളാണ് വയനാട് സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പല ആളുകളും ദുരിതബാധിതരെ സഹായിക്കുന്നതിന് വേണ്ടി അവരവരാൽ കഴിയുന്ന പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിന്ന് കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ മനുഷ്യരുടെ ഏറ്റവും ഉന്നതമായ മാനവിക കാഴ്ചപ്പാടിനെക്കുറിച്ചാണ്. ദുരിതബാധിതരെ എങ്ങനെയെല്ലാം സഹായിക്കാൻ കഴിയും എന്ന് മലയാളികൾ മത്സരിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദുരിതബാധിതർക്ക് സംരക്ഷിക്കുന്നതിന് വേണ്ടിയും അവിടെ രക്ഷാപ്രവർത്തനത്തിലും ആയിരക്കണക്കിന് ആളുകളാണ് സ്വമേധയാൽ സന്നദ്ധരായി രംഗത്തിറങ്ങിയിട്ടുള്ളത്. ഈ ഘട്ടത്തിലാണ് ഡിവൈഎഫ്ഐ കേരളത്തിൽ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദുരിതബാധിതർക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കാൻ പോകുന്ന പദ്ധതിയുമായി ചേർന്നുകൊണ്ട് വീടുകൾ നിർമ്മിച്ച് നൽകണം എന്ന് തീരുമാനിച്ചിട്ടുള്ളത്. ഡിവൈഎഫ്ഐ 25 വീടുകൾ നിർമ്മിച്ച് നൽകുമെന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. എങ്കിലും നമ്മുടെ ഇന്ന് ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങളിൽ നിന്ന് അതിനേക്കാൾ കൂടുതൽ വീടുകൾ നിർമ്മിച്ച് നൽകാൻ കഴിയുമെന്നാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ മനസ്സിലാക്കുന്നത്. ഇതിനുവേണ്ടി ഡിവൈഎഫ്ഐ കേരളത്തിലെ ജനങ്ങളെ സമീപിച്ച് പല മാർഗങ്ങളിലൂടെ മുഖ്യമന്ത്രിയുടെ പദ്ധതിയിലേക്ക് സഹായിക്കുന്നതിന് വേണ്ടി പണം സമാഹരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഡിവൈഎഫ്ഐ പ്രവർത്തകർ അധ്വാനം നടത്തി പല വിധത്തിലുള്ള സാധനങ്ങൾ വിൽപ്പന നടത്തിയും പഴയ വസ്തുക്കൾ ശേഖരിച്ച് വിൽപ്പന നടത്തിയുമെല്ലാം പണം സമാഹരിക്കണമെന്നാണ് ആലോചിച്ചിട്ടുള്ളത്. ഇതിനിടയിലാണ് നമ്മുടെ ആറളത്തുള്ള ഡിവൈഎഫ്ഐ സഖാക്കൾ വിജേഷുമായി
ഒരു ബന്ധപ്പെടൽ നടത്തിയത്. വിജേഷ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരുമിച്ച് എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ള അദ്ദേഹം ഏറെ സ്നേഹിക്കുന്ന അദ്ദേഹത്തിൻ്റെ റോയൽ എൻഫീൽഡ് ബുള്ളറ്റ്, അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബുള്ളറ്റ് വിൽപ്പന നടത്തി കിട്ടുന്ന പണം DYFIയുടെ ഈ പദ്ധതിയിലേക്ക് നൽകണമെന്ന് അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ആ ചടങ്ങാണ് ഇന്നിവിടെ വെച്ച് നടത്തിയിട്ടുള്ളത്. വിജേഷ് ഇവിടെ നൽകിയിട്ടുള്ള ഈ മാതൃക നമ്മുടെ നാടിന് ഏറ്റവും അഭിമാനകരമായ ഒരു മാതൃകയാണ്. ഒരു ദുരന്തമുണ്ടായ സാഹചര്യത്തിൽ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായി അയാൾ കൂടെ കൊണ്ടു നടക്കുന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനം, ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ച് ഏറ്റവും ആവേശത്തോടു കൂടി ഉപയോഗിക്കുന്ന റോയൽ എൻഫീൽഡ് ബൈക്കാണ് വിൽപ്പന നടത്തി ആ പണം ഈ പദ്ധതിയിലേക്ക് കൈമാറാൻ തീരുമാനിച്ചിട്ടുള്ളത്. DYFIക്ക് വേണ്ടി അദ്ദേഹത്തോട് വലിയ നന്ദി അറിയിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. ഓട്ടോറിക്ഷ തലകീഴായി മറിഞ്ഞ് അപകടം. ഇരിട്ടി മട്ടന്നൂർ റൂട്ടിൽ പുന്നാട് കുളത്തിന് സമീപമാണ് ഓട്ടോറിക്ഷ തലകീഴായി മറിഞ്ഞത്. ഇരിട്ടി മട്ടന്നൂർ റൂട്ടിൽ പുന്നാട് കുളത്തിന് സമീപം ഓട്ടോറിക്ഷ തലകീഴായി മറിഞ്ഞ അപകടം. നിരവധി അപകടങ്ങൾ നടക്കുന്ന സ്ഥലത്താണ് ഓട്ടോറിക്ഷയും അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് പരിക്കേറ്റു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. ഇരിട്ടി ടൗണിലെ മരമുറി മുറിച്ച മരക്കുറ്റിയിൽ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ റീത്ത് വെച്ച് പ്രതിഷേധ കൂട്ടായ്മ നടത്തി. ഇരിട്ടി താലൂക്ക് ഓഫീസിന് സമീപത്ത് റോഡരികിൽ നിന്നിരുന്ന മരം മുറിച്ചതിൽ പ്രതിഷേധിച്ച് നളന്ദ കലാസാഹിത്യവേദി, ഒയിസ്ക ഇന്റർനാഷണൽ ഇരിട്ടി, ഒയിസ്ക വിമൻസ് ചാപ്റ്റർ ഇരിട്ടി, ഇരിട്ടി യുവകലാസാഹിതി എന്നീ സംഘടനകൾ റീത്ത് വെച്ച് പ്രതിഷേധം സംഘടിപ്പിച്ചു. അജയകുമാർ കരിയാലിന്റെ അധ്യക്ഷതയിൽ അബു ഉവാപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. വളർന്നു വരേണ്ട ഒരു സാഹചര്യമാണ് ഇടുക്കി നഗരത്തിലുള്ള മരങ്ങൾക്കുണ്ടായിരുന്നത്. പിന്നീട് ഇതൊക്കെ കഴിഞ്ഞു. എന്തായാലും ഒരുപാട് തണലുകളും മറ്റുമൊക്കെ നമുക്ക് നൽകി. പിന്നീട് വേറൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓരോ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴും ഉണ്ടാകുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ പ്രാവശ്യം വെള്ളപ്പൊക്കം വന്നു ഇരിട്ടി നഗരത്തിൽ. 16 മരങ്ങളാണ് അതിൻ്റെ പിന്നാമ്പുറത്ത് മുറിച്ച് തള്ളി കച്ചവടക്കാർ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പം വയനാട് അതിഭീകരമായ ഒരു അവസ്ഥ നടക്കുന്നു. ഇതിനെ പിൻപറ്റി അല്ലെങ്കിൽ ഇതിൻ്റെ മറവിൽ ഒരു മരം മുറിച്ചാൽ പ്രശ്നമില്ല എന്ന് തോന്നുന്ന ഒരു അക്കാദമിക് ബോധ നിലവാരം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്കുണ്ട്. ഇതിൻ്റെ പിന്നിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ പിന്നിൽ ഒരുപാട് കച്ചവടക്കാരും മറ്റ് ലോകങ്ങളുണ്ട്. അപ്പം ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. അപ്പം കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഒരു പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോൾ അതിൻ്റെ മറവിൽ മുറിക്കപ്പെടുന്ന മരങ്ങൾ, അങ്ങനെ ഒരു സ്മാരകമാണ് സത്യത്തിൽ ഈ മരം. മറ്റല്ലാതായി ഇത് ആർക്കും ഉപദ്രവമോ ഒന്നും ആയിരുന്നില്ല. നമ്മൾ വേനൽക്കാലത്ത് വന്നിട്ട് എപ്പോൾ കൊടും വേനലിലും നമ്മൾ ഇതിലൂടെ പോകുമ്പോൾ ഒരു 5 മിനിറ്റ് ഇവിടെ നിൽക്കാണ്ട് പോകില്ല. അപ്പം അങ്ങനെ ഒരു മരങ്ങൾ അതായത് ഈ കേരളത്തിൽ ഇന്ന് അറിയപ്പെടുന്ന ഏറ്റവും രൂക്ഷമായ ഒരു പ്രകൃതി ദുരന്തത്തിൻ്റെ മറവിൽ ഇങ്ങനെ ഒരു സാധനത്തിനെ മുറിച്ചു മാറ്റുമ്പോൾ അത്തരം സാധനങ്ങൾ നമ്മൾ തിരിച്ചറിയേണ്ട വിഷയമുണ്ട്. അതുമാത്രമല്ല, ഇതിന് മുന്നിൽ പറഞ്ഞാൽ ഒരു 3 മാസം മുമ്പേ പഴയ സ്റ്റാൻഡിൽ 5ഓളം അരയാലുകൾ, 4 വർഷത്തെ അരയാലുകൾ പിഴുതു മാറ്റിയിട്ടുണ്ട്. ഒയിസ്ക ഇരിട്ടി പ്രസിഡന്റ് ബാബു ജോസഫ്, ഇരിട്ടി യുവകലാസാഹിതി പ്രസിഡന്റ് ഡോക്ടർ ജി ശിവരാമകൃഷ്ണൻ, ഒയിസ്ക ഇരിട്ടി വിമൻസ് ചാപ്റ്റർ പ്രസിഡന്റ് ഡോക്ടർ ഷാലു ജോർജ്, മനോജ് അത്തിത്തട്ട്, ഹനീഫ ഇരിട്ടി, രാജൻ, അതുല്യ, VM നാരായണൻ, ബാബു ഇരിട്ടി, ഷീജ ബെന്നി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. സംയോജിത കൃഷി വികസന പരിപാടി കണിച്ചാർ പഞ്ചായത്ത് തല ഉദ്ഘാടനം ആറ്റാഞ്ചേരിയിൽ കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗം ശൈലജ ചന്ദ്രൻ നിർവഹിച്ചു. കർഷക സംഘം, കർഷക തൊഴിലാളി യൂണിയൻ, ഗ്രന്ഥശാല പ്രസ്ഥാനം, കുടുംബശ്രീ CDS എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു സംയോജിത കൃഷി വികസന പരിപാടിക്ക് തുടക്കം കുറിച്ചത്. ആറ്റാഞ്ചേരിയിൽ നടന്ന സംയോജിത കൃഷി വികസന പരിപാടിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം VV ബാലകൃഷ്ണന്റെ അധ്യക്ഷതയിൽ കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗം ശൈലജ ചന്ദ്രൻ നിർവഹിച്ചു. ഈ വർഷം നമ്മൾ കൂർക്ക കൃഷിയാണ് ഇവിടെ നടത്തുന്നത്. ഏറ്റവും നല്ല രീതിയിൽ തന്നെ കൂർക്ക കൃഷി ഇവിടെ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. ഇവിടെ കുടുംബശ്രീയുടെ 130ഓളം JLG ഗ്രൂപ്പുകളും ഇതുപോലെ തന്നെ പല വിധത്തിലായിട്ടുള്ള കൃഷികൾ ഈ വർഷം തന്നെ നല്ല രീതിയിൽ തന്നെ നടന്നു പോകുന്നുണ്ട്. എന്തായാലും ഓണത്തിന് നല്ല രീതിയിലുള്ള ഒരു വിളവെടുപ്പ് നമുക്ക് ഈ JLG ഗ്രൂപ്പുകളിൽ നിന്ന് ഉണ്ടാവും. അതുപോലെ തന്നെ
ഓണത്തിന് ഓണച്ചന്ത സംയുക്തമായിട്ട് തന്നെയാണ് പഞ്ചായത്തും അതുപോലെ തന്നെ കർഷക സംഘവും അതുപോലെ തന്നെ കുടുംബശ്രീയുമായിട്ട് എല്ലാം സംയുക്തമായിട്ട് തന്നെ വലിയ രീതിയിൽ ഈ പ്രാവശ്യം കണിച്ചാറിൽ വെച്ച് നടത്താനുള്ള തീരുമാനങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഈ സംയോജിത കൃഷി നല്ല രീതിയിൽ തന്നെ ഉണ്ടാവട്ടെ എന്ന് കണിച്ചാർ CDSന്റെ വലിയ ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. PK മണി മാസ്റ്റർ, KS മോഹനൻ, സനില അനിൽകുമാർ, ശിവൻ ബാലിയിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ഹൈവിഷൻ ന്യൂസ്, കേളകം. ചരമം. ഇരിട്ടിയിലെ പ്രിയ ഹോട്ടൽ ഉടമ മുഴക്കുന്ന് മുടക്കോഴിയിലെ പ്രിയ നിവാസിൽ C വാസു അന്തരിച്ചു. 78 വയസ്സായിരുന്നു. ഭാര്യ സരോജിനി, മക്കൾ പ്രവീൺ ചന്ദ്ര വാസു, പ്രിയ രശ്മി പ്രഭ. ചുങ്കക്കുന്ന് പള്ളിയറയിലെ വട്ടക്കുന്നേൽ വർക്കി അന്തരിച്ചു. 84 വയസ്സായിരുന്നു. ഭാര്യ ചിന്നമ്മ, മക്കൾ ഗ്രേസി, വത്സ, ഷാജു, ഷിബി, ഷിജോ എന്നിവർ. മരുമക്കൾ ബെന്നി, അപ്പച്ചൻ, ഷിജി, ജോൺസി, ജോമിലി എന്നിവർ. സംസ്കാരം ഞായറാഴ്ച രാവിലെ 11:30 ചുങ്കക്കുന്ന് ഫാത്തിമ മാതാ ഫൊറോന പള്ളി സെമിത്തേരിയിൽ. കല്ലേരിമലയിലെ കുരിശുമൂട്ടിൽ അന്നമ്മ മാത്യു അന്തരിച്ചു. 96 വയസ്സായിരുന്നു. ഭർത്താവ് പരേതനായ KC മാത്യു. സംസ്കാരം ഞായറാഴ്ച 11 മണിക്ക് എടത്തൊട്ടി സെന്റ് വിൻസെൻഷ്യൽ പള്ളി സെമിത്തേരിയിൽ. പുലിക്കുരുമ്പയിലെ കൊല്ലിയിൽ ബേബി അന്തരിച്ചു. 66 വയസ്സായിരുന്നു. ഭാര്യ ആൻസി, മക്കൾ ടിജിൻ, ലിജിൻ എന്നിവർ. മരുമക്കൾ അഹാന, ലീന എന്നിവർ. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് പുലിക്കുരുമ്പ സെന്റ് അഗസ്റ്റിയൻ പള്ളി സെമിത്തേരിയിൽ. തൊണ്ടിയിൽ കല്ലടിമുക്കിലെ മഞ്ചുവള്ളിയിൽ ഷൈബു അന്തരിച്ചു. 50 വയസ്സായിരുന്നു. ഭാര്യ ജിബി ജോർജ്, മക്കൾ അന്നു മരിയ ജോർജ്, അഡോൺ M ജോർജ്. സംസ്കാരം പിന്നീട്. വിപണി. റബ്ബർ ഗ്രേഡ് 4 കിലോയ്ക്ക് ഇരിട്ടി 228, പേരാവൂർ 230, കൊട്ടിയൂർ 230. റബ്ബർ ലോട്ട് ഇരിട്ടി 213, പേരാവൂർ 220, കൊട്ടിയൂർ 220. ഒട്ടുപാൽ ഇരിട്ടി 132, പേരാവൂർ 140, കൊട്ടിയൂർ 140. കുരുമുളക് ഇരിട്ടി 635, പേരാവൂർ 640, കൊട്ടിയൂർ 640. കൊട്ടടിക്ക ഇരിട്ടി 320, പേരാവൂർ 325, കൊട്ടിയൂർ 320. നീ വന്നു പത്തരമാറ്റിൻ സ്വർണ്ണച്ചേലിൽ ഒരുങ്ങി നരിത്തൂക്കിൽ ജ്വല്ലേഴ്സ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പേരാവൂർ ആൻഡ് കേളകം. സ്വർണം ഗ്രാമിന് 6470, വെള്ളി 10 ഗ്രാമിന് 850. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വയനാട് ഉരുൾപൊട്ടൽ, രക്ഷാപ്രവർത്തനം അവസാന ഘട്ടത്തിലെന്ന് മുഖ്യമന്ത്രി. ഉരുൾപൊട്ടലിൽ മരണമടഞ്ഞവരുടെ ആശ്രിതർക്ക് ആശ്വാസ ധനസഹായം നൽകുന്നതിന് 4 കോടി അനുവദിച്ചു. കോളിക്കടവ് നാരായണിത്തട്ടിലെ ചെങ്കൽപ്പണയിൽ വെള്ളം കെട്ടിനിൽക്കുന്നത് പ്രദേശവാസികൾക്ക് ഭീഷണി തീർക്കുന്നു. പൂളക്കുറ്റി ഉരുൾപൊട്ടലിൽ വീട് തകർന്ന നെടുമ്പുറംചാൽ സ്വദേശി ഐസക് താമസിക്കുന്നത് ഇപ്പോഴും വാടക വീട്ടിൽ തന്നെ. ദുരിതജീവിതത്തിൽ ഐസക്കും കുടുംബവും. നിക്ഷേപ തട്ടിപ്പ്, വ്യാപാര വ്യവസായി ഏകോപന സമിതി കേളകം യൂണിറ്റിന്റെ വ്യാപാര ഭവൻ ആക്ഷൻ കമ്മിറ്റിക്ക് വിട്ടു നൽകുവാൻ തീരുമാനം. പിതൃക്കളുടെ മോക്ഷപ്രാപ്തിക്കായി പിണ്ഡം സമർപ്പിച്ച് ബലിതർപ്പണം നടത്തി വിശ്വാസികൾ. ഇതോടെ ന്യൂസ് ടൈം പൂർണ്ണമാകുന്നു. നമസ്കാരം.